ഹായ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലഞ്ച് കൊണ്ടുവരുന്നത് സ്റ്റീൽ ലഞ്ച് ബോക്സസിലായിരിക്കും അല്ലേ? പക്ഷേ ഇന്നത്തെ കാലത്ത് ട്രെൻഡ് മാറിയിട്ട് അത് പ്ലാസ്റ്റിക് ബോക്സസിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്കും പെൺമക്കൾക്കും പ്രത്യേകിച്ച് എല്ലാവരിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോക്സിലായിരിക്കും കൊടുത്തു വിടുന്നുണ്ടാവുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്ലാസ്റ്റിക്കിൽ BPA അതുപോലെ താലൈറ്റ് പോലുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതായത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡിനെ അത് നെഗറ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അത് ഈസ്ട്രജനെ ഇൻ്റർഫിയർ ചെയ്യും, ഈസ്ട്രജനെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് പ്ലാസ്റ്റിക് ബോക്സിൽ കൊണ്ടുപോയത് കൊണ്ട് അങ്ങനെ സംഭവിക്കണം എന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം ഇതേപോലെ തന്നെ കൊണ്ടുപോകണം, ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഏർലി പ്യൂബേർട്ടിനെ അത് ട്രിഗർ ചെയ്യാനുള്ള ഒരു ഫാക്ടർ ഇതുകൂടെയാണ്. ഓക്കെ, അതിനോടൊപ്പം പോകുന്ന ഫാക്ടറാണ് ഹൈ കാലറി ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ പുറത്തേക്ക് കുട്ടികൾ കളിക്കാൻ പോവാതെ വീട്ടിനകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നതും, ലേറ്റ് നൈറ്റ് സ്ക്രീൻ ടൈം, ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈം എന്നുള്ളതൊക്കെ ഇതിനോടൊപ്പം പോകുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള സ്വാപ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ സ്റ്റീൽ ലഞ്ച് ബോക്സസ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്. ഓക്കെ.